ആകാശത്തിൻ്റെ അതിരുകൾക്കും അപ്പുറത്ത് സാധാരണ വിമാനങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയാത്തത്ര ഉയരത്തിൽ സാറ്റലൈറ്റുകൾക്ക് പോലും അസൂയ തോന്നുന്ന രീതിയിൽ ഒരു അദൃശ്യ കണ്ണ് ഇന്ത്യ സ്ഥാപിക്കുകയാണ്. അതെ, നമ്മൾ കാണുന്ന ആകാശത്തിന് മുകളിൽ 20 കിലോമീറ്റർ ഉയരത്തിൽ മാസങ്ങളോളം ഒരേ കിടപ്പ് കിടന്ന് നമ്മുടെ അതിർത്തികളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു സെക്കൻഡ് പോലും വിടാതെ തത്സമയം കാണിച്ചു തരാൻ പോകുന്ന ഒരു പുത്തൻ സാങ്കേതിക വിദ്യ ഭാരത സർക്കാർ ഇതിനായി നീക്കി വെച്ചിരിക്കുന്നത് നിസ്സാര തുകയൊന്നുമല്ല, അമ്പരപ്പിക്കുന്ന 15,000 കോടി രൂപയാണ് കേട്ടോ. ശൂന്യാകാശ സാങ്കേതിക വിദ്യയിൽ ലോകരാജ്യങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്താൻ പോകുന്ന ഇന്ത്യയുടെ ഈ പുതിയ നീക്കം എന്താണ്? ഇത് നമ്മുടെ പ്രതിരോധ മേഖലയെ എങ്ങനെയൊക്കെ മാറ്റിമറിക്കും? ഈ വീഡിയോയിൽ ഇതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. വീഡിയോ അവസാനം വരെ കാണണം കേട്ടോ. എന്തായാലും വാർത്ത ഞാൻ വിശദമാക്കാം. ലെറ്റ്സ് ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. നമുക്കറിയാം, അതിർത്തികളിൽ നിരീക്ഷണം നടത്താൻ നമ്മൾ ഡ്രോണുകളും സാറ്റലൈറ്റുകളും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഡ്രോണുകൾക്ക് കൂടുതൽ സമയം ആകാശത്ത് പറന്ന് തന്നെ അങ്ങനെ തുടർന്ന് അവിടെ കഴിയാൻ സാധിക്കില്ല. സാറ്റലൈറ്റുകളാണെങ്കിൽ ഒരു നിശ്ചിത ഭ്രമണപഥത്തിലൂടെ അതിവേഗം കടന്നു പോവുകയും ചെയ്യും. അതുകൊണ്ട് ഒരേ സ്ഥലത്ത് എപ്പോഴും നിരീക്ഷിക്കാൻ അവയ്ക്ക് പരിമിതികളുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇതിനൊരു ശാശ്വത പരിഹാരമായാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കീഴിൽ പ്രതിരോധ മന്ത്രാലയം ASHAPS എയർഷിപ്പ് ബേസ്ഡ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് സ്യൂഡോ സാറ്റലൈറ്റ് എന്ന ബൃഹത് പദ്ധതിക്ക് അനുമതി നൽകിയിരിക്കുന്നത്. ലളിതമായി പറയുകയാണെങ്കിൽ ഇതൊരു ഭീമൻ എയർഷിപ്പാണ് കേട്ടോ. സാധാരണ വിമാനങ്ങൾ പറക്കുന്നതിനും ഇരട്ടി ഉയരത്തിൽ, അതായത് സ്ട്രാറ്റോസ്ഫിയറിലാണ് ഇത് നിലയുറപ്പിക്കുക. പകൽ സമയത്ത് ഇതിന് മുകളിലുള്ള സോളാർ പാനലുകൾ വഴി സൂര്യപ്രകാശത്തിൽ നിന്നും രാത്രിയിൽ ഇതിലെ അത്യാധുനിക ബാറ്ററികളിൽ നിന്നും ഊർജം സംഭരിച്ച് മാസങ്ങളോളം ഒരേ സ്ഥലത്ത് നില ഉറപ്പിച്ച് പ്രവർത്തിക്കാൻ സാധിക്കും. കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നുന്നു അല്ലേ? പക്ഷേ ഈ ഒരു എയർഷിപ്പ് വിക്ഷേപിച്ചു കഴിഞ്ഞാൽ അതിർത്തിയിലെ ഒരു ചെറിയ അനക്കം പോലും ഡൽഹിയിലെ കൺട്രോൾ റൂമിലിരുന്ന് തത്സമയം കാണാൻ കഴിയും കേട്ടോ. എന്നാൽ ഈ പദ്ധതിക്ക് പിന്നിൽ ഇന്ത്യ ഇപ്പോൾ കാണിച്ച ആ ഒരു മാസ് തന്ത്രമുണ്ട്. അതെന്താണെന്നല്ലേ പറഞ്ഞുതരാം. നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം കരുത്തുയർത്തിപ്പിടിക്കുന്ന ആത്മനിർഭർ ഭാരത് നയത്തിൻ്റെ ഏറ്റവും മികച്ച ഒരു ഉദാഹരണമാണ് ഈ ഒരു പ്രോജക്റ്റ്. ഈ പദ്ധതിയുടെ കീഴിൽ ഇന്ത്യയുടെ തന്നെ 2 പ്രമുഖ സ്വകാര്യ കമ്പനികളാണ് സർക്കാർ പങ്കാളിയാകുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഈ അത്യാധുനിക സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിനുള്ള ചെലവിൻ്റെ 70% കേന്ദ്ര സർക്കാർ തന്നെയാണ് നൽകുന്നത് എന്നതാണ്. നമ്മുടെ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ ഇതിനോടകം തന്നെ ഈ വമ്പൻ പ്രോജക്റ്റിന് പച്ചക്കൊടി കാട്ടിക്കഴിഞ്ഞു. നിലവിൽ HAL ഇതിനായി പ്രത്യേക നിർമ്മാണ യൂണിറ്റുകൾ പ്രവർത്തനം ആരംഭിച്ചും കഴിഞ്ഞു. 2027ഓടെ ഇതിൻ്റെ പൂർണ്ണ സജ്ജമായ പ്രോട്ടോടൈപ്പുകൾ 90 മണിക്കൂറിലധികം ആകാശത്ത് പരീക്ഷണ പറക്കൽ നടത്താൻ തയ്യാറെടുക്കുകയാണ്. എന്തായാലും ഇതൊന്നും ഫ്യൂച്ചറിൽ ഒരുപാട് കാലം കഴിഞ്ഞ് നടക്കുന്ന കാര്യമൊന്നുമല്ല, ഉടനെ തന്നെ സംഭവിക്കുന്നതാണെന്ന് ഈ ഒരു വാർത്തയിലൂടെ നമുക്ക് മനസ്സിലാക്കാം അല്ലേ? ആഗോളതലത്തിൽ നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ സ്ട്രാറ്റോബസ് പോലെയുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും അവയൊക്കെ വരാൻ 2030 ആകുമെന്നത് മനസ്സിലാക്കണം. അമേരിക്ക പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും പൂർണ്ണ തോതിൽ ഒരു സിസ്റ്റം ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. ചൈന വളരെ രഹസ്യമായി ഇത്തരം ബലൂണുകൾ ലോകമെമ്പാടും നിരീക്ഷണത്തിനായി അയക്കുന്നുമുണ്ട്. എന്നാൽ ഇവിടെയാണ് ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കം നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വയം പര്യാപ്തതയിലൂടെ ലോകശക്തിയായി വളരുന്ന ഭാരതത്തിൻ്റെ ആത്മവിശ്വാസമാണ് ഈ പദ്ധതിയിലൂടെ കാണാൻ കഴിയുന്നത്. സ്വന്തം സാങ്കേതിക വിദ്യയിൽ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഈ ആകാശക്കോട്ടകൾ നാളെ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് കരുത്തുറ്റ കവചമായി മാറുക തന്നെ ചെയ്യും. ഭാരതത്തിൻ്റെ ഈ പുതിയ മുന്നേറ്റത്തെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും മറ്റ് നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ജയ് ഹിന്ദ്.